8ന്റെ പണി കിട്ടി കോൺഗ്രസ്. ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. തിരഞ്ഞെടുപ്പിൽ മാത്രം തോൽക്കുമ്പോൾ തോൽവിയുടെ പഴി ചാരുന്നത് ഇവിഎമ്മുകളുടെ നെഞ്ചത്തേക്കായിരിക്കും. പരാജയപ്പെട്ടാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് മെഷീനെയും പഴി ചാരുന്നത് കോൺഗ്രസിന്റെ ഒരു പതിവ് പരിപാടിയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മഹാരാഷ്ട്രയിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ അതേ നമ്പറുമായി കോൺഗ്രസ് അടങ്ങുന്ന മഹാവികാസ് അഘാഡി രംഗത്തെത്തിയിരുന്നു. തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ 3-ന് കോൺഗ്രസ് പ്രതിനിധികളെ ക്ഷണിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസിന്റെ എല്ലാ ആശങ്കകളും അവലോകനം ചെയ്യുമെന്നും ശേഷം രേഖാമൂലം മറുപടി നൽകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും സ്ഥാനാർത്ഥികളുടെയോ അവരുടെ ഏജന്റുമാരുടെയോ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തികച്ചും സുതാര്യമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തത്തോടെയാണ് ചെയ്യുന്നത്. പോളിംഗ് ഡാറ്റയിൽ പൊരുത്തക്കേടില്ല എന്ന് പോളിംഗ് സ്റ്റേഷൻ തിരിച്ചു തന്നെ എല്ലാം സ്ഥാനാർത്ഥികൾക്കും പരിശോധിക്കാവുന്നതാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മഹാവികാസ് അഘാഡിയിലെ മറ്റു കക്ഷികളും അപ്രതീക്ഷിതമായ തോൽവിക്ക് പിന്നാലെ മുഖം രക്ഷിക്കാനുള്ള തിരക്കിലാണ്. രാഷ്ട്രീയ ജീവിതത്തിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെ ഇവിഎമ്മിന്റെ കുറ്റം പറഞ്ഞെത്തിയ ശരത് പവാറിനെ ബിജെപി കണക്കിന് കളിയാക്കുകയും ചെയ്തിരുന്നു. 2014-ലും 2017-ലും മകൾ സുപ്രിയ സുലെ വിജയിച്ചപ്പോൾ ശരത് പവാർ ഇവിഎമ്മിനെ അഭിനന്ദിച്ചയാളാണ് പവാർ എന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി 288 സീറ്റിൽ 230 സീറ്റുകൾ നേടി വിജയിച്ചിരുന്നു. ബിജെപി 132, ശിവസേന 57, NCP 41 എന്നിങ്ങനെയാണ് നേടിയത്. 2014-ലും 2017-ലും മകൾ സുപ്രിയ സുലെ വിജയിച്ചപ്പോൾ ശരത് പവാർ ഇവിഎമ്മിനെ അഭിനന്ദിച്ച ആളാണ് എന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി 230 സീറ്റുകൾ നേടി. ബിജെപി 132, ശിവസേന 57, NCP 41 എന്നിങ്ങനെയാണ് നേടിയത്. മഹാവികാസ് അഘാഡിക്ക് 47 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. കോൺഗ്രസിന് കിട്ടിയത് 16 സീറ്റുകൾ മാത്രമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഇവിഎമ്മുകളെ കുറിച്ചുള്ള പ്രതിപക്ഷ വാദങ്ങളെ തള്ളിക്കൊണ്ട് ബിജെപി രംഗത്തെത്തിയിരുന്നു. ഇവിഎമ്മുകളെ കുറിച്ചുള്ള പ്രതിപക്ഷ അവകാശവാദങ്ങളെ നിശിതമായി വിമർശിച്ചാണ് ബിജെപി രംഗത്തെത്തിയതും. പ്രതിപക്ഷ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ഇവിഎമ്മുകളെ കുറ്റപ്പെടുത്തുന്നതിനെതിരെ ബിജെപി എംപിയായ ദിനേശ് ശർമ്മയാണ് രംഗത്തെത്തിയതും. ആദ്യം പരാജയം എങ്ങനെയാണ് എന്ന് സ്വയം വിശകലനം ചെയ്യണമെന്നും, അതായത് പ്രതിപക്ഷ നേതാക്കൾക്ക് ജനവിധി നഷ്ടപ്പെട്ടു, എന്നാൽ വോട്ടർമാർ അവരോട് അസ്വാരസ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നേതാക്കൾ സ്വയം വിശകലനം ചെയ്യണമെന്നും അത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. പരാജയ സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ ഇവിഎമ്മുകളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ പ്രസ്താവനയിൽ നിന്ന് പ്രതിപക്ഷം പഠിക്കണം. പ്രതിപക്ഷ നേതാക്കൾക്ക് ജനവിധി നഷ്ടപ്പെട്ടെങ്കിലും അവർ സ്വയം വിശകലനം ചെയ്യുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SC, ST, OBC, ദരിദ്ര സമുദായങ്ങളിൽ എന്നിവരുടെ വോട്ടുകൾ പാഴാക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച് തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റി ബാലറ്റ് പേപ്പറുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തെത്തിയിരുന്നു. ഇതിനെ വിമർശിച്ച് നിരവധി ബിജെപി നേതാക്കളാണ് രംഗത്ത് വന്നതും. തിരഞ്ഞെടുപ്പിൽ ഇവിഎം വേണ്ട എന്നും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ അവകാശപ്പെട്ടു. ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാൻ ഭാരത് ജോഡോ യാത്ര പോലെ രാജ്യവ്യാപക ക്യാമ്പയിൻ പാർട്ടി നേതൃത്വം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ വാർഷിക ദിനത്തിൽ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അധ്യക്ഷൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ്, NCP, ശരത് പവാർ പക്ഷം നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ട് ബിജെപി, ശിവസേന, ഷിൻഡെ, NCP, അജിത് പവാർ സഖ്യം നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം അധികാരം പിടിച്ചതിന് പിന്നാലെയായിരുന്നു ഇവിഎമ്മിന്റെ തിരിമറി ആരോപണം വീണ്ടും ഉയർന്നു വന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ഇവിഎം തകരാറിലാവുകയും ജയിക്കുമ്പോൾ അതെങ്ങനെ അല്ലാതാവുകയായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നും സുപ്രീം കോടതി ചോദിച്ചു. ഇവിഎം ഒഴിവാക്കി ബാലറ്റ് പേപ്പർ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ ചോദ്യം വന്നത്. അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ VVPAT യൂണിറ്റുകളുടെ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മഹാവികാസ് അഘാഡി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉദ്ധവ് വിഭാഗം ശിവസേനയുടെയും കോൺഗ്രസിന്റെയും ശരത് പവാർ വിഭാഗം NCPയുടെയും പല സ്ഥാനാർത്ഥികളും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ പരാജയപ്പെട്ട പല സ്ഥാനാർത്ഥികളിൽ നിന്നും പരാതികൾ ഉദ്ധവ് താക്കറെ കേട്ടു.
കഴിഞ്ഞ 9 തവണയായി വിജയിച്ചതാണ് എന്നും മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയുന്ന തനിക്ക് പരാജയത്തിൽ സംശയം തോന്നുന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലാസാഹിബ് തോറോട്ട് പറഞ്ഞിരുന്നു. മുംബൈയിലെ ചന്ദിവാലി അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് ആരിഫ് നസീം ഖാൻ ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തിയിരുന്നു. ഇവിഎമ്മുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നാണ് പാർട്ടിയുടെ പല പ്രവർത്തകരും സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നും നസീം ഖാൻ പറഞ്ഞു. അതേസമയം കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകുന്ന കനത്ത പരാജയത്തെ വിലയിരുത്തിക്കൊണ്ടൊരു പഠനം അനിവാര്യമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. ഇല്ലെങ്കിൽ വരും നാളുകളിൽ കോൺഗ്രസ് പാർട്ടി ഈ ഭൂമുഖത്ത് നിന്ന് അന്യം ചെന്ന് പാർട്ടിയായി മുദ്രകുത്തപ്പെടും എന്നതിൽ സംശയമില്ല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസ് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി. ഇതിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് തന്ത്രം മാറ്റിപ്പിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയിരിക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും തോൽവി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങൾ മാത്രം ആശ്രയിച്ചിരിക്കരുതെന്നാണ് ഖാർഗെയുടെ നിലപാട്. എത്ര നാൾ ദേശീയ നേതാക്കളെ ആശ്രയിച്ച് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പ്രവർത്തകർ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഖാർഗെ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ 1 വർഷം മുൻപെങ്കിലും ആരംഭിക്കണം. പ്രവർത്തകർ ഗ്രൗണ്ടിൽ നേരത്തെ തന്നെ നിലയുറപ്പിക്കേണ്ടതാണ്. വോട്ടർ പട്ടിക പരിശോധിക്കുകയും പാർട്ടി വോട്ടുകൾ എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ഉൾപ്പെടെ ചെയ്യണമെന്നും ഖാർഗെ നിർദ്ദേശിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു കണ്ടത്. എന്നാൽ തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നേട്ടം നിലനിർത്താനായില്ല എന്നും ഖാർഗെ തുറന്നു പറഞ്ഞു. അന്തരീക്ഷം അനുകൂലമാണെങ്കിലും വിജയിക്കാൻ അത് മാത്രം പോരാ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 2 എണ്ണത്തിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാനായെങ്കിലും കോൺഗ്രസിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഐക്യമില്ലായ്മയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തുവെന്നും യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനുള്ള സന്ദേശമായാണ് പറയുന്നത്. താഴെത്തട്ടിൽ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ 2 സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടുവെന്നും യോഗം വിലയിരുത്തി. സംഘടനാ തലത്തിലെ പോരായ്മകൾ തിരുത്തണമെന്നും മല്ലികാർജുൻ ഖാർഗെ നേതാക്കളോടായി ആവശ്യപ്പെട്ടു. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും കർശനമായ അച്ചടക്കം പാലിക്കണമെന്നും ബ്ലോക്ക് തലം മുതൽ AICC തലം വരെ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഹരിയാനയിൽ 90 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് 36 സീറ്റുകൾ മാത്രമായിരുന്നു. 48 സീറ്റുകൾ നേടി BJP-യാണ് അധികാരം പിടിച്ചെടുത്തതും. മഹാരാഷ്ട്രയിലും സമാനമായിരുന്നു സാഹചര്യം. മഹാവികാസ് അഘാഡി സഖ്യത്തിനൊപ്പം മത്സരിച്ചുകൊണ്ട് കോൺഗ്രസിന് 16 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത്. സഖ്യം ആകെ നേടിയതാകട്ടെ 49 സീറ്റുകളും. BJP-യുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം 235 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ BJP-യോട് കോൺഗ്രസ് പരാജയപ്പെട്ടത് വെറും 0.9 പോയിന്റിൽ മാത്രമെന്ന വ്യത്യാസത്തിലാണ്. BJP 39.94% വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ 39.09% വോട്ട് മാത്രമാണ്. അതായത് BJP-ക്ക് 55.49 ലക്ഷം വോട്ടുകളും കോൺഗ്രസിന് 54.31 ലക്ഷം വോട്ടുകളുമാണ് ലഭിച്ചത്. പക്ഷേ സീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിരുന്നു. കോൺഗ്രസിനേക്കാൾ 11 സീറ്റുകളാണ് BJP-ക്ക് അധികം ലഭിച്ചതും. 90 അംഗ സഭയിൽ 48 സീറ്റുകളുമായി BJP ഭൂരിപക്ഷം നേടിയപ്പോൾ കോൺഗ്രസ് 37 സീറ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു. അതേസമയം ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നും ഫലം അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് കോൺഗ്രസ് വക്താവായ പവൻ ഖാഡെ പറഞ്ഞത്. 0.9% വോട്ട് വിഹിതം എന്നത് സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വ്യത്യാസമായതിനാൽ തന്നെ ഹരിയാന കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഹരിയാന പാഠം പഠിക്കണം. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അല്ലാതെ EVM-കളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് തോൽവി EVM-കളുടെ മേൽ മാത്രം പഴിചാരിയിട്ടും കാര്യമില്ല. അതേപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയതയും പടലപ്പിണക്കങ്ങളും എല്ലാം തന്നെ ആദ്യം തുടച്ചു നീക്കണം. എങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.